തിരുവനന്തപുരത്ത് ജോയ് എന്ന 47കാരനായ ശുചീകരണ തൊഴിലാളികളുടെ മരണം ചൂണ്ടിക്കാട്ടുന്നത് നഗരസഭയുടെ തികഞ്ഞ അനാസ്ഥയാണ്. തിരുവനന്തപുരത്തെ മഴക്കാലപൂർവ്വ ശുചീകരണം തികഞ്ഞ പരാജയമായത് ഒരു ജീവൻ പൊലിയുന്നതിന് കാരണമായി. തിരുവനന്തപുരം ഇതാദ്യമായല്ല മഴയത്ത് മുങ്ങുന്നത്. വർഷങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF ആണ്. കുറ്റം മറ്റൊരു പാർട്ടിക്കാരുടെയും തലയിൽ വെക്കാനില്ലാത്തതുകൊണ്ട് റെയിൽവേയെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണിപ്പോൾ. ശുചീകരണ തൊഴിലാളിയുടെ മരണത്തിന് കാരണമായ ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യ കൂമ്പാരം നീക്കേണ്ട ഉത്തരവാദിത്തം റെയിൽവേയുടേതാണ് എന്ന് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമെന്ന് റെയിൽവേയും വാദിക്കുമ്പോൾ ഇതൊന്നും പരിഹരിക്കാൻ കേരളം ഭരിക്കുന്ന LDF സർക്കാരിന് ആകുന്നില്ല എന്നത് ഏറെ ലജ്ജാവഹമാണ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ തദ്ദേശ മന്ത്രി പരിഹസിക്കുകയായിരുന്നു. തദ്ദേശ വകുപ്പ് മന്ത്രി അലക്കിത്തേച്ച വടിവൊത്ത വാക്കുകൾ കൊണ്ട് പ്രതിപക്ഷത്തെ പരിഹസിക്കുകയാണ് ചെയ്തത്. മഴക്കാലപൂർവ്വ ശുചീകരണം പരാജയപ്പെട്ടതിനാൽ എവിടെ മഴ പെയ്താലും വെള്ളം കെട്ടി നിൽക്കുകയാണ്. സർക്കാരും തദ്ദേശ വകുപ്പും ആരോഗ്യ വകുപ്പും ഒരു ഏകോപനവുമില്ലാതെ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. സങ്കടകരമായ അവസ്ഥയാണ് സംസ്ഥാനത്ത്. കെടുകാര്യസ്ഥത കൊണ്ട് നിഷ്ക്രിയമായ ഒരു സർക്കാരിന്റെ പ്രവർത്തനം സാധാരണക്കാരന്റെ ജീവിതത്തെ എത്രത്തോളം ദുസ്സഹമാക്കി എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇപ്പോഴുണ്ടായ ഈ സംഭവം. ആമയിഴഞ്ചാൻ തോടിലെ ശുചീകരണം നടക്കാത്തത് റെയിൽവേയുടെ അനാസ്ഥയെന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിൽ ശരിയായ ശുചീകരണം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും ആരോഗ്യമന്ത്രി കാപ്പ കേസിലെ പ്രതിയെ മാലയിട്ട് സ്വീകരിക്കുകയാണ്. വിവാദമായപ്പോൾ അയാൾ കാപ്പ കേസിലെ പ്രതി അല്ല എന്നാണ് മന്ത്രി പറയുന്നത്. അയാൾ കാപ്പ കേസിലെ പ്രതിയായിരുന്നു. അത് ലംഘിച്ചതിന്റെ പേരിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടയാളാണ്. SFI പ്രവർത്തകരെ കൊല്ലാൻ ശ്രമിച്ചതിന് കേസെടുത്തതിനെ തുടർന്ന് ഒളിവിൽ പോയ ആളെ വരെ മന്ത്രി മാലയിട്ട് സ്വീകരിച്ചു. കഞ്ചാവ് കേസിലെ പ്രതി ഉൾപ്പെടെ ക്രിമിനലുകളെ CPM റിക്രൂട്ട് ചെയ്യുകയാണ്. മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. അവർക്ക് ഒരു നിമിഷം ആ പദവിയിൽ തുടരാൻ അർഹതയില്ല. മന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോകണം. 62 ക്രിമിനലുകളെ മാലയിട്ട് സ്വീകരിച്ചിട്ടും ഭരണഘടനാ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി ന്യായീകരിക്കുകയാണ്. പകർച്ചവ്യാധികൾ തടയാൻ നേരമില്ലാത്ത മന്ത്രിയാണ് ക്രിമിനലുകളെ സ്വീകരിക്കുന്നത്. ക്രിമിനലുകളെ മാലയിട്ട് സ്വീകരിക്കുന്നതാണോ മന്ത്രിയുടെ നിലപാട്? ഡൽഹിയിൽ അഴിമതിക്കാർ BJPയിൽ ചേർന്നാൽ അവർ അഴിമതി വിരുദ്ധരാകും. കേരളത്തിൽ ക്രിമിനലുകൾ CPMൽ ചേർന്നാൽ അവരെ വെള്ളപൂശും. രണ്ടിടത്തും ഒരേ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു.